ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നാം എങ്ങനെയാണ് വായിക്കുന്നത്? യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയെയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായാൽ പോലും അത് ശരി എന്ന് വരുത്തുവാൻ എന്ത് ന്യായവും കണ്ടുപിടിക്കുവാനായിട്ട് കഴിവുള്ള ആളുകളാണ് നാം എല്ലാവരും. അതിനായി ചിലപ്പോൾ നാം പല ന്യായവാദങ്ങൾ നിരത്താറുണ്ട്. ഒരുപക്ഷെ തിരുവെഴുത്തിലെ ചിലരുടെ ജീവിതാനുഭവങ്ങൾ നാം അതിനായിട്ട് എടുത്തു പറയും. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ദൈവിക പ്രമാണങ്ങളെക്കുറിച്ച് നാം എടുത്തു പറയും. അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ പോലും ന്യായങ്ങളായിട്ട് ഉപയോഗിക്കുവാൻ നാം മടി കാണിക്കാറില്ല. ഇവിടെ നാം വായിച്ച ഭാഗത്ത് അദ്ദേഹം ഒരു പരദേശിയായി പാർപ്പാൻ പോയി എന്നാണ് കാണുവാൻ സാധിച്ചത്. അവിടെ ചെന്ന് സ്ഥിരമായി താമസിക്കുവാനുള്ള ആഗ്രഹമൊന്നും തനിക്കുണ്ടായിരുന്നില്ല എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ക്ഷാമം തീരുമ്പോൾ ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്ന് പാർക്കാം എന്ന് താൻ ഒരുപക്ഷെ മനസ്സിൽ ചിന്തിച്ചിരിക്കും. അതുകൊണ്ടാണ് പരദേശിയായി പാർപ്പാൻ പോയി എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ മോശ പറഞ്ഞതുപോലെ, നീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് എന്ന പ്രാർത്ഥനയ്ക്കോ? Then Moses said to him, If your presence does not go with us, do not send us up from here. ദൈവം അനുവദിച്ചാൽ മടങ്ങി വരും എന്ന ഒരു പ്രത്യാശയുടെ വാക്കിനോ ഇവിടെ സ്ഥാനമില്ലാതെ പോയി എന്ന് നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് ഇടയാകുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പകരം അത് ന്യായീകരിക്കാനാണ് നാം സാധാരണ ശ്രമിക്കാറുള്ളത്. ഇദ്ദേഹം കുറെ ന്യായങ്ങൾ പറഞ്ഞതായിട്ടൊന്നും നമുക്കിവിടെ വായിപ്പാനായിട്ട് കഴിയുന്നില്ല, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഒരു പരദേശവാസത്തിന് മാത്രമേ ഉദ്ദേശമുള്ളൂ എന്നാണ് തൻ്റെ ഉൾചിന്ത എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നും അനേകം ന്യായങ്ങളെ കണക്കിലെടുത്താണ് ഈ തീരുമാനത്തിലെത്തിയത് എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കാം. ഒറ്റ വാക്കിൽ അതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ന്യായത്തിനായി മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളെ പലപ്പോഴും നിരത്തുന്നവരാണ് നാം. ക്ഷാമം വന്നപ്പോൾ അബ്രഹാം താൻ ആയിരുന്ന സ്ഥലം വിട്ടു പോയില്ലേ എന്ന് നമുക്ക് ചോദിപ്പാനായിട്ട് സാധ്യതയുണ്ട്. താൻ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ട് എനിക്കും പോയിക്കൂടാ എന്നുള്ള ന്യായവാദം നാം പലപ്പോഴും നിരത്തുവാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ശരിയല്ലേ എന്നും നമുക്ക് തോന്നിപ്പോകാം. അവരുടെ ജീവിതങ്ങളിലെ തെറ്റായ വശങ്ങളെ മാതൃകയാക്കിക്കൊണ്ടും അവർ തന്മൂലം അനുഭവിച്ച ദുഃഖഫലങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ടുമായിരിക്കും നാം അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു എങ്കിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇത്തരം കാര്യങ്ങളെ പിശാച് അങ്ങനെയുള്ള ന്യായങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മെ പലപ്പോഴും പ്രേരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. ദൈവവചനത്തിലുള്ള നമ്മുടെ അല്പസ്വല്പ അറിവുകളെ നാം പലപ്പോഴും ന്യായവാദത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മോവാബ് ഇസ്രായേലിന്റെ ഒരു ബന്ധുവല്ലേ, അതിനാൽ അവിടെ പോകുന്നത് ദോഷമായി വരും എന്ന് കരുതുവാനായിട്ട് ആവശ്യമുണ്ടോ എന്ന് നാം ഒരുപക്ഷെ ചോദിക്കാം. ഈ അറിവും ഒരു മറയായിട്ടാണ് ഹൃദയത്തിൽ അങ്കുരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തെക്കുറിച്ചുള്ള വികലമായ അറിവും ഭാഗികമായ ജ്ഞാനവും അത് ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്കും വൻ ദുരന്തത്തിലേക്കും നയിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. തിരുവെഴുത്ത് നിരന്തരമായി വായിക്കുവാനും യഥാർത്ഥമായി പഠിക്കുവാനുമുള്ള ഒരു ദാഹം ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ദൈവിക ഗുണവിശേഷങ്ങളെ കുറിച്ചുള്ള ന്യായവാദങ്ങളും പലപ്പോഴും നാം നിരത്തുവാനായിട്ട് ഇടയുണ്ട്. ഇസ്രായേൽ മോവാബ് സമഭൂമിയിലായിരുന്നപ്പോൾ ദൈവം ബിലെയാമിനെ കൊണ്ട് പറയിച്ച വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ? സംഖ്യ 23-ന്റെ 21-ാമത്തെ വാക്യം നാം ഒന്ന് വായിച്ചു നോക്കുക. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനില്ല, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. 24-ന്റെ 5-ാം വാക്യം നാം എങ്ങനെയാണ് വായിക്കുന്നത്? യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലെ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. മോവാബിൽ ജനത്തിന് ലഭിച്ച സാക്ഷ്യമാണ് നാം വായിച്ചത്. ദൈവത്തിന് സ്ഥലകാല ഭേദമില്ല. നാം മോവാബിലായാലും നല്ലൊരു സാക്ഷ്യം തരുവാനായിട്ട് ദൈവത്തിന് കഴിയും. എന്തൊരു നല്ല ന്യായമാണ്.
പൈശാചികൻ കൊണ്ടുവരുന്ന അനേക ചിന്തകളാണ് ഇങ്ങനെയുള്ളതെന്ന് നാം വിശേഷാൽ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ന്യായങ്ങൾ എത്ര ഉണ്ടായാലും അത് തെളിയിക്കുന്ന ഒരു വസ്തുതയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതായത് നമ്മുടെ മനസ്സിൽ കുറ്റബോധം തിളച്ചു മറിയുമ്പോൾ അതിനെ അടിച്ചമർത്തുവാൻ നാം കണ്ടുപിടിക്കുന്ന ചിന്തകളാണ് ഇവ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. സ്വാർത്ഥതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങളാണിതെന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. മോവാബിൽ ചെന്നാൽ അഥവാ ദൈവത്തിന് ഇഷ്ടമില്ലാത്തിടത്ത് ചെന്നാൽ പരദേശിയായി പാർക്കുന്ന അഥവാ അവരിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം സാധിക്കും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് കേവലം ഒരു വ്യാമോഹം മാത്രമാണ്. അത് ഒരു പരദേശ പാർപ്പ് ആയിരിക്കുകയില്ല, മറിച്ച് മരണത്തിലേക്കുള്ള ഒരു പാച്ചിൽ മാത്രം ആയിരിക്കും. പ്രിയമുള്ളവരെ, ആത്മീക കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുവാനുള്ള നമ്മുടെ എല്ലാ ന്യായങ്ങളും നമ്മുടെ മനസ്സിലെ കുറ്റബോധത്തെയാണ് തുറന്ന് കാണിക്കുന്നത്. അത് യഥാർത്ഥമായിട്ട് നാം മനസ്സിലാക്കി ദൈവത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം കഴിപ്പാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിശേഷാൽ സഹായിക്കുമാറാകട്ടെ.